റബ്ബിൽ ആലമീൻ സല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. നമ്മൾ സൂറത്തുർ റഅദാണ് വായിച്ചിരുന്നത്. അതിലെ 30 ആയത്തുകൾ വായിക്കുകയുണ്ടായി. അപ്പോൾ അവിടെ സൂചിപ്പിച്ചിരുന്നത് സമാധാനം ലഭ്യമാവുന്നതിന് എന്താണ് ആവശ്യം എന്നുള്ളതാണ്. ലദീന ആമനു വ തത്മഇന്നു ഖുലൂബുഹും എന്ന് തുടങ്ങിയും അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അപ്പോൾ 28 മുതലുള്ള ആയത്തുകൾ. അപ്പോൾ അവിടെ ദിക്റുള്ള എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സ്മരണ എന്നതുകൊണ്ട് വെറും അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുക എന്നതിനേക്കാൾ ഉപരി പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുന്നതിലൂടെയാണ് യഥാർത്ഥത്തിൽ വിശ്വാസികൾക്ക് എന്ത് ചെയ്യുക, സ്വസ്ഥതയും സമാധാനവും ലഭിക്കുക എന്നതാണ്. ഇനി ഖുർആനിന്റെ പ്രാധാന്യത്തെ അറിയിക്കുന്ന ഒരായത്താണ് അടുത്ത വചനം 31. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലൗ അന്ന ഖുർആനൻ സുയ്യിറത് ബിഹിൽ ജിബാലു ഔ ഖുത്തിഅത് ബിഹിൽ അർളു ഔ കുല്ലിമ ബിഹിൽ മൗത ബലില്ലാഹിൽ അംറു ജമിഅ അഫലം യയ്അസില്ലദീന ആമനു അല്ലൗ യശാഉല്ലാഹു ലഹദന്നാസ ജമിഅ വലാ യസാലുല്ലദീന കഫറു തുസീബുഹും ബിമാ സ്വനഉ ഖാരിഅത്തു ഔ തഹുല്ലു ഖരീബൻ മിൻ ദാരിഹിം ഹത്താ യഅതിയ വഅദുല്ലാഹ് ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മിആദ്. വലൗ അന്ന ഖുർആനൻ, പാരായണം ചെയ്യപ്പെടുന്ന വല്ല ഗ്രന്ഥവുമായിരുന്നുവെങ്കിൽ, വലൗ അന്ന, ലൗ ആയിരുന്നെങ്കിൽ, അന്ന ഖുർആനൻ പാരായണം ചെയ്യപ്പെടുന്ന, ആശയം ഗ്രഹിച്ചു പാരായണം ചെയ്യപ്പെടുന്ന വല്ല ഗ്രന്ഥവുമായിരുന്നുവെങ്കിൽ, സുയ്യിറത്ത് അത് ചലിപ്പിക്കപ്പെടുമായിരുന്നുവെങ്കിൽ, ബിഹി അതുകൊണ്ട്, അഥവാ പാരായണം ചെയ്യപ്പെടുന്ന വല്ല ഗ്രന്ഥം നിമിത്തവും ചലിപ്പിക്കപ്പെടുമായിരുന്നുവെങ്കിൽ, അൽ ജിബാൽ പർവ്വതങ്ങൾ. സുയ്യിറത്ത് സാറാ തന്നെ സഞ്ചരിച്ചു, സുയ്യിറത്ത് സഞ്ചരിപ്പിക്കപ്പെട്ടു, ബിഹി ആ പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥം കൊണ്ട്, അൽ ജിബാൽ പർവ്വതങ്ങൾ. അഥവാ പർവ്വതങ്ങൾക്ക് വല്ല സ്ഥാനചലനവും പാരായണം ചെയ്യപ്പെടുന്ന ഒരു ഗ്രന്ഥം നിമിത്തം ഉണ്ടാവുകയാണെങ്കിൽ, ഔ അല്ലെങ്കിൽ കുത്തിയാത്ത് ബിഹിൽ അർളു അത് ഭൂമിയെ മുറിക്കുമായിരുന്നുവെങ്കിൽ, കുത്തിയാത്ത് മുറിക്കപ്പെടുമായിരുന്നുവെങ്കിൽ, ഖത്താ എന്ന് പറഞ്ഞാലും മുറിച്ചു, കുത്തിയാത്ത് മുറിക്കപ്പെടുമായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ പിളർത്തപ്പെടുമായിരുന്നുവെങ്കിൽ, ബിഹി ആ പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥം കൊണ്ട്, അൽ അർളു ഭൂമി. അപ്പൊ പാരായണം ചെയ്യപ്പെടുന്ന വല്ല ഗ്രന്ഥം കൊണ്ടും ഭൂമി പിളർത്തപ്പെടുമായിരുന്നുവെങ്കിൽ, ഔ കുല്ലിമ ബിഹിൽ മൗത, ഔ അല്ലെങ്കിൽ കുല്ലിമ ബിഹി ആ പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥം കൊണ്ട് സംസാരിപ്പിക്കപ്പെടുമായിരുന്നുവെങ്കിൽ, അൽ മൗത മരണപ്പെട്ടവർ. അങ്ങനെ വല്ലതും സംഭവിക്കുകയാണെങ്കിൽ ബാക്കി പൂരിപ്പിക്കണം, അത് ഈ ഗ്രന്ഥമാകുമായിരുന്നു, ഈ പരിശുദ്ധ ഖുർആൻ കൊണ്ടാകുമായിരുന്നു. അപ്പൊ ഖുർആനിന്റെ പ്രാധാന്യമാണ് പറയുന്നത്. അപ്പൊ വല്ല വായിക്കപ്പെടേണ്ട, ആശയം ഗ്രഹിച്ചു വായിക്കപ്പെടേണ്ട പല ഗ്രന്ഥങ്ങളും മുൻഗാമികൾക്ക് ഇറക്കപ്പെട്ടിട്ടുണ്ട്. തൗറാത്ത് ഉണ്ട്, ഇഞ്ചീലുണ്ട്, സബൂർ ഉണ്ട്, അതല്ലെങ്കിൽ സുഹ്ഫി ഇബ്രാഹിം വ മൂസ എന്ന് പറഞ്ഞിട്ടുള്ള ഏടുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ പാരായണം ചെയ്യപ്പെടൽ നിർബന്ധമായിട്ടുള്ള വല്ല ഗ്രന്ഥം കൊണ്ടും പർവ്വതങ്ങൾ നടത്തപ്പെടുകയോ ഭൂമി പിളർത്തപ്പെടുകയോ അതല്ലെങ്കിൽ മരണപ്പെട്ടവർ സംസാരിക്കപ്പെടുകയോ ചെയ്യുമായിരുന്നുവെങ്കിൽ ഈ ഖുർആൻ നിമിത്തം എന്ത് ചെയ്യുമായിരുന്നു, അത് നടക്കുമായിരുന്നു. കാരണം ആ ഖുർആനിന്റെ മഹാത്മ്യം അത്രയും വലുതാണ്. അപ്പൊ അങ്ങനെ ഒരു ഗ്രന്ഥം കൊണ്ട് എന്ത് ചെയ്യൂല, ഭൂമി പിളരൂല, മരണപ്പെട്ടവർ സംസാരിക്കുകയില്ല, അല്ലെങ്കിൽ പർവ്വതങ്ങൾ നടത്തപ്പെടുകയില്ല. പക്ഷെ അങ്ങനെ അള്ളാഹ് തീരുമാനിക്കുകയായിരുന്നുവെങ്കിൽ പരിശുദ്ധ ഖുർആൻ കൊണ്ട് എന്ത് ചെയ്യുമായിരുന്നു, പർവ്വതങ്ങൾ നടത്തപ്പെടുമായിരുന്നു, അല്ലെങ്കിൽ ഭൂമി പിളർത്തപ്പെടുമായിരുന്നു, അതും അല്ലെങ്കിൽ മരണപ്പെട്ടവർ അത് നിമിത്തം സംസാരിക്കപ്പെടുമായിരുന്നു.
അത്രയും ശക്തമാണ്, വ്യക്തമാണ് പരിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ, ആ ദിക്റുള്ളയാണ് അലാ ബി ദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് എന്ന് പറഞ്ഞത്. ആ ഖുർആനിനെ കുറിച്ചുള്ള ബോധം, അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുക എന്നതാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ലഭ്യമാക്കുക. അപ്പൊ ഖുർആന്റെ പ്രാധാന്യമാണ് ആ എടുത്തു പറഞ്ഞിട്ടുള്ളത്. പരിശുദ്ധ ഖുർആൻ അത്രയും ശക്തമാണ്, അല്ലെ? അപ്പൊ അള്ളാഹിന്റെ കലാമിനെ കുറിച്ച് ഖുർആൻ പല സ്ഥലത്തും വിശദീകരിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ സൂറത്തുൽ ലുഖ്മാനിൽ കാണാം, അല്ലെ? കടല് മുഴുവൻ മഷി, അല്ലെ? മരങ്ങൾ മുഴുവൻ എന്ത് ചെയ്തു? സൂറത്തു കഹ്ഫിന്റെ അവസാനത്തിലും കാണാം മാ നഫിദത്ത് കലിമാത്തുള്ള, അല്ലെ? അള്ളാഹുവിന്റെ കലിമ ഖബ്ലാൻ തൻഫദ കലിമാത്തു റബ്ബിന സൂറത്തു കഹ്ഫിൽ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിന്റെ കലാമുകൾ എഴുതി തീരുന്നതിന്റെ മുമ്പ് എന്ത് ചെയ്യുമായിരുന്നു? മറ്റുള്ളതൊക്കെ തീർന്നു പോകുമായിരുന്നു. അപ്പം മരങ്ങൾ മുഴുവൻ പേനകളാക്കി എടുത്തു. അതുപോലെ തന്നെ കടലുകൾ മുഴുവൻ എന്ത് ചെയ്തു? മഷിയാക്കി എടുക്കുകയും ചെയ്താൽ അവ തീർന്നാലും അള്ളാഹുവിന്റെ കലാം എന്ത് ചെയ്യൂല? എഴുതി തീരുകയില്ല. അത്രയും മഹത്തരമാണ് അള്ളാഹുവിന്റെ കലാം. അതിൽ പ്രധാനപ്പെട്ടതാണ് പരിശുദ്ധ ഖുർആൻ. അപ്പൊ ആ പരിശുദ്ധ ഖുർആനിന്റെ പ്രാധാന്യം അതിനു മാത്രമുണ്ട് എന്ന്. അപ്പം നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങൾ ഏതെങ്കിലും ഗ്രന്ഥം നിമിത്തം നടക്കുകയാണെങ്കിൽ അത് നടക്കാൻ ഏറ്റവും യോജിച്ചത്, അർഹതപ്പെട്ടത് ഏതാണ്? നമ്മളുടെ കൈകളിലുള്ള പരിശുദ്ധ ഖുർആനാണെന്ന്. അപ്പൊ അതിന്റെ പ്രാധാന്യം നമ്മൾ തിരിച്ചറിഞ്ഞോ? അള്ളാഹ് അങ്ങനെ കാര്യം തീരുമാനിച്ചിട്ടില്ല. അത് എന്തുകൊണ്ട് തീരുമാനിച്ചില്ല? അത് ആയത്തിന്റെ ബാക്കി ഭാഗം ബൽ ലില്ലാഹിൽ അംറു ജമിഅ, ബൽ ലില്ലാഹിൽ അംറു, എന്നാൽ കാര്യങ്ങൾ എല്ലാം അള്ളാഹുവിനാണ്. ലില്ലാഹിൽ അംറു ജമിഅ, മുഴുവൻ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ആരാണ്? അള്ളാഹു. അപ്പൊ അങ്ങനെ ഒരു കാര്യം റബ്ബ് തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ ഒരു തീരുമാനം പടച്ചവൻ എടുക്കുകയാണെങ്കിൽ അത് പരിശുദ്ധ ഖുർആന്റെ പേരിൽ എന്ത് ചെയ്യുമായിരുന്നു? തീരുമാനിക്കുമായിരുന്നു. ബൽ ലില്ലാഹിൽ അംറു ജമിഅ, കാര്യങ്ങൾ മുഴുവൻ തീരുമാനിക്കാനുള്ള അധികാരം അള്ളാഹ്ക്കാണ്. അപ്പം ആ ഖുർആനിനെ, അത്ര മഹത്വമുള്ള ഖുർആനുമായിട്ടുള്ള നമ്മളുടെ സമീപനം എന്താ? അല്ലേ? നമ്മൾ ആലോചിച്ച് നോക്കും. ഇപ്പൊ മാത്സ് ആണ് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാത്സിന്റെ ബുക്ക് ആയിട്ട് വരൂലേ? ആലോചിച്ച് നോക്കിയാ. അത് കമ്പ്യൂട്ടർ സയൻസ് ആണ് പഠിക്കണമെങ്കിൽ അതിന്റെ ബുക്ക് ആയിട്ട് വരൂലേ? നമ്മൾ അതിന് നിശ്ചയിക്കപ്പെട്ട പുസ്തകമായിട്ട് വരൂലേ? അല്ലേ? അങ്ങനെ ഓരോന്ന് ബയോളജിയാണ്, കെമിസ്ട്രിയാണ്, ഫിസിക്സ് ആണ് പഠിക്കുന്നത് എങ്കിൽ, അതല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള വേറെ ഏതെങ്കിലും ഒന്നാണ് പഠിക്കുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പുസ്തകമായിട്ട് വരും നമ്മൾ, അല്ലേ? എന്നിട്ട് കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയെടുക്കും, കൃത്യമായിട്ട് പഠിക്കും, വീട്ടിൽ പോയി ഹോംവർക്ക് ചെയ്യും, പഠിക്കും, അല്ലേ? എന്നാ ഖുർആൻ പഠിക്കുന്നിടത്ത് അങ്ങനെ ഹോംവർക്ക് ഉണ്ടാവാറുണ്ടോ? വീട്ടിൽ പോയി പഠിക്കുവോ? അല്ലേ? അത് അടുത്ത ബുധനാഴ്ച എടുക്കും ഇനി, അല്ലേ? കൊണ്ടേ വെച്ചാൽ അത്രയല്ലേ ഉള്ളൂ. അത് എന്തേ കാരണം? പരിശുദ്ധ ഖുർആന്റെ പ്രാധാന്യം നമ്മൾ ഉൾക്കൊള്ളേണ്ട വിധത്തിൽ ഉൾക്കൊണ്ടിട്ടില്ല. ഈ ഖുർആൻ അനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തിയാലേ ജീവിതത്തിൽ സമാധാനം കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ടെൻഷൻ ഫ്രീ ഉണ്ടാവില്ല, അല്ലേ? ഒരു സമാധാനം ഇല്ല കേട്ടോ. പറയും അതിൻ്റെ സമാധാനം ഇല്ല. ശമ്പളം കിട്ടണില്ലേ? ഉണ്ട്. വരുമാനമില്ലേ? ഉണ്ട്. പെൻഷൻ ഇല്ലേ? ഉണ്ട്. ഒക്കെ ഉണ്ട്. പിന്നെന്തേ? അല്ല, ഒക്കെ ഉണ്ട്. എന്നാലും ഒരു സമാധാനം ഇല്ല, ഒരു സമാധാനമില്ല എന്ന അവസ്ഥ. അതിൻ്റെ അങ്ങനെ സമാധാനം ഇല്ലാതിരിക്കാൻ കാരണം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഖുർആനിനെ അവഗണിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം എന്താ പറഞ്ഞത്? വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശത്തൻ ലങ്കാന്ന. പരിശുദ്ധ ഖുർആൻ അവിടെയും ദിക്റ പറഞ്ഞേ. വമൻ അഅറള അൻ ദിക്രി, എന്റെ ഉത്ബോധനത്തെ അവഗണിക്കുന്നവൻ, ഫഇന്ന ലഹു, തീർച്ചയായിട്ടും അവനുണ്ടായിരിക്കും, മഈശത്തൻ ലങ്ക, വളരെ കുടുസായ ജീവിതമായിരിക്കും. എന്താ കുടുസായ ജീവിതം എന്ന് പറഞ്ഞാൽ? ഓൻ്റെ അടുത്ത് ചില്ലറ ഉണ്ടാവില്ല എന്നല്ല, ഓന് നല്ല വീടുണ്ടാവില്ല എന്നല്ല, വാഹനം ഉണ്ടാവില്ല എന്നല്ല. ഓനെന്തായിരിക്കും? ഓന് ടെൻഷൻ ഫ്രീ ഉണ്ടാവില്ല, എപ്പോഴും ടെൻഷനായിരിക്കും ഓനെന്ന്. അതാ കുടുസായിട്ടുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ. മാനസികമായിട്ട് എന്തുണ്ടാവില്ല? ഒരു സ്വസ്ഥതയും കിട്ടൂല. ഈ സ്വസ്ഥത ലഭിക്കണമെങ്കിൽ അലാ ബി ദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അള്ളാഹുവിന്റെ ദിക്റിനെ സമീപിക്കേണ്ട രീതിയിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്? സമീപിക്കേണ്ടതുണ്ട്, അല്ലേ? ആർക്കാം? മിക്ക ആളുകൾക്കും സമാധാനമില്ല. നല്ല വരുമാനമുള്ളവരും പറയും ഒരു സമാധാനവും ഇല്ലാന്ന്. അപ്പം സമ്പത്തല്ല സമാധാനത്തിന്റെ
കേന്ദ്രം എന്ന് മനസ്സിലാവും. നല്ല സമ്പത്തുള്ള ഇഷ്ടംപോലെ പറമ്പും വരുമാനം ഒക്കെ ഉണ്ട്, ഓനൊരു സമാധാനം കിട്ടുന്നില്ല. അപ്പം പൈസ ഉണ്ടായതുകൊണ്ട് എന്തുണ്ടാവില്ല, സമാധാനം. നല്ല ടെക്നോളജിയിൽ കഴിവുള്ള ആൾ പറയും ഒരു സമാധാനം ഇല്ല അറിയും. അപ്പൊ ടെക്നോളജി അല്ല സമാധാനത്തിന്റെ കേന്ദ്രം. അല്ലെങ്കിലോ അങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ മികവ് തെളിച്ച ആളുകൾക്കൊന്നും സ്വസ്ഥത കിട്ടണില്ല, സമാധാനം കിട്ടണില്ല. എന്ത് സമാധാനം? ഉറക്ക് വരുന്നില്ല. ഇപ്പൊ പുതിയ പഠനം വന്നത് ഉറക്ക് വരാത്തത് ചില്ലറ കാര്യമൊന്നുമല്ല എന്നാ. ഭാവിയിൽ അൾസിമേഴ്സ് അസുഖം ഉണ്ടാവാനുള്ള കാരണമായി തീരുന്ന. കാരണം ഈ സിനോപ്സുകൾ എന്ന് പറഞ്ഞിട്ട് ഈ കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന സാധനമുണ്ട് തലച്ചോറിൽ. ആ സിനോപ്സുകളെ അത് നശിപ്പിച്ചു കളയുന്ന ഉറക്കമില്ലായ്മ. അത് കിടന്നിട്ട് ഉറക്കമില്ല, എന്താ അറിയില്ല. 3 മണിയായ ഞാനവിടെ ഉറങ്ങും, പിന്നെ ഉണരും, പിന്നെ ഉറക്കേ വരില്ല. അതില്ലേ ചില ആൾക്കാർ ഇങ്ങനെ പറയും, എന്ത് ഉറക്കം വരാത്തത്? അത് ഈ മനസ്സിന്റെ സ്വസ്ഥത കുറവാണത്. അതെന്താ മനസ്സിന് അസ്വസ്ഥത വരാൻ കാരണം എന്താ? അവർക്ക് കച്ചവടമില്ലേ? കച്ചവടം ഉണ്ട്. നേരത്തെ പറഞ്ഞ ഈ ദുനിയാവിലുള്ള വിഭവങ്ങളൊക്കെ ഉണ്ട്, പിന്നെന്തേ വരാത്തത്? അപ്പം ഈ സ്വസ്ഥത, സമാധാനം എന്നത് റബ്ബ് മനസ്സിൽ ഇട്ട് തരേണ്ടതാ. അത് കിട്ടണോ? അലബിദിക്കിരില്ലായി തത്മൈനുൽ ഖുലൂബ് മൻ അറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശത്തൻ ലങ്ക. പിന്നെ പരലോകത്തിലുള്ളത് ആയത്തിന്റെ ബാക്കി ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. വൻ അഷ്റുഹു യൗമൽ ഖിയാമത്തി അഅ്മ. കണ്ണ് കാണാത്തവനായി പരലോകത്തിൽ ഓനെ എന്ത് ചെയ്യും? ഒരുമിച്ച് കൂട്ടും. അപ്പൊ ആ ഒരു പ്രാധാന്യം അള്ളാഹുവിന്റെ കലാമിന് നൽകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത്. അപ്പം പരിശുദ്ധ ഖുർആന്റെ പ്രാധാന്യം അത് വേണമെങ്കിൽ പടച്ചവൻ തീരുമാനിക്കുകയായിരുന്നെങ്കിൽ അത് മരിച്ചവരെ പോലും എന്ത് ചെയ്യുമായിരുന്നു? സംസാരിപ്പിക്കുമായിരുന്നു. ഭൂമി അത് പിളർത്തിക്കളയുമായിരുന്നു, പർവ്വതങ്ങളെ അത് നടത്തുമായിരുന്നു. ഇനി ആയത്തിന്റെ ബാക്കി ഭാഗം, അഫലം യൈഅസില്ലദീന ആമനു. വാക്കർത്ഥം പറയുമ്പോ യഇസ എന്ന് പറഞ്ഞാൽ നിരാശപ്പെട്ടു എന്നാ. യഇസ ഐസ യഇസു. അഫലം യൈഅസ്, നിരാശപ്പെട്ടിട്ടില്ലേ എന്നാണ് ചോദ്യം. ആര്? അല്ലദീന ആമനു, സത്യവിശ്വാസികളായിട്ടുള്ള ആളുകൾ നിരാശപ്പെട്ടിട്ടില്ലേ എന്ന് പറഞ്ഞാൽ എന്താ? നിരാശപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്താണ്? നിരാശയിലായി, ഇനി അത് കിട്ടൂല. അതിൽ അതിന്റെ അർത്ഥം ഞാൻ കുറെ മെനക്കെട്ടു, നിരാശയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അത് ഒരിക്കലും കിട്ടുകയില്ല. അപ്പൊ വിശ്വാസികൾക്ക് ഉറപ്പായിട്ടില്ലേ എന്നാണ് അതിന്റെ അർത്ഥം. മനസ്സിലായിട്ടില്ലേ? അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ തഫ്സീറിലൊക്കെ അർത്ഥം കൊടുത്തിട്ടുണ്ടാവുക. വാക്കർത്ഥം പറയുമ്പോൾ ഇസ എന്ന് പറഞ്ഞാൽ നിരാശനായി എന്നാണ്. അപ്പൊ വിശ്വാസികളെ നിങ്ങൾ നിരാശരായിട്ടില്ലേ എന്ന് ചോദിച്ചാൽ വിശ്വാസികളെ നിങ്ങൾക്ക് ഉറപ്പായിട്ടില്ലേ? എന്തുറപ്പായിട്ടില്ലേ എന്ന്? അല്ലാഹു യശാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഹദന്നാസ ജമിഅ, ജനങ്ങളെ മുഴുവൻ അള്ളാഹു നേർമാർഗത്തിലാക്കുമായിരുന്നു എന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ടില്ലേ? അപ്പൊ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ജനങ്ങളെ മുഴുവൻ ഹിദായത്തിലാക്കാൻ ആർക്ക് സാധിക്കുമായിരുന്നു? അള്ളാഹ്ക്ക് സാധിക്കുമായിരുന്നു. പക്ഷെ പടച്ചവന്റെ നടപടിക്രമം എന്താ? പടച്ചവന്റെ നടപടിക്രമം ഹിദായത്ത് ലഭ്യമാവാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്കേ അള്ളാഹ് എന്ത് ചെയ്യുള്ളൂ? ഹിദായത്ത് കൊടുക്കുള്ളൂ. അതാണ് പടച്ചവന്റെ സുന്നത്ത്. അല്ല വേണമെന്നുണ്ടെങ്കിൽ ലോകത്തുള്ള എല്ലാവരെയും ഹിദായത്തിലേക്ക് എത്തിക്കാൻ ആർക്ക് കഴിയുമായിരുന്നു? അള്ളാഹ്ക്ക് വൈദാറാത ചെയ്യാൻ ലഹു കുൻ ഫയകുൻ, എല്ലാവർക്കും ഹിദായത്ത് കിട്ടുമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല റബ്ബ് ചെയ്തത്. അങ്ങനെ കൊടുത്താൽ അതിന് പ്രസക്തി ഇല്ല. മറിച്ച് ഹിദായത്ത് ലഭിക്കാൻ എന്തു വേണം, എങ്ങനെയാണ് സൃഷ്ടാവിനെ സമീപിക്കേണ്ടത് എന്ന് കൃത്യമായി അള്ളാഹ് പറഞ്ഞു തന്നു. ആ രീതിയിൽ ഹിദായത്ത് ലഭ്യമാവാൻ വേണ്ടി പ്രവർത്തിക്കുന്നവനാണ് അള്ളാഹ് എന്ത് ചെയ്യുക? ഹിദായത്ത് കൊടുക്കുക. അപ്പൊ വിശ്വാസി സമൂഹം മനസ്സിലാക്കിയിട്ടില്ല, അവർക്ക് ഉറപ്പല്ലേ അത്. വാക്കർത്താണ് പറഞ്ഞത് ഈസ എന്ന് പറഞ്ഞാൽ നിരാശനായി. അപ്പൊ വിശ്വാസി സമൂഹമേ നിങ്ങൾ നിരാശരായിട്ടില്ല എന്ന് ചോദിച്ചാൽ വിശ്വാസി സമൂഹമേ നിങ്ങൾക്ക് ഉറപ്പല്ലേ? എന്ത്? അല്ലാഹു യശാഉല്ലാഹു ലഹദന്നാസ ജമിഅ, അള്ളാഹ് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ജനങ്ങളെ മുഴുവൻ അള്ളാഹ് എന്ത് ചെയ്യുമായിരുന്നു? നേർമാർഗത്തിലാക്കുമായിരുന്നു. അപ്പൊ നേർമാർഗം കിട്ടണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ഈ ആയത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ സൂറത്തിലെ ഇതിലെ 11-ാമത്തെ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഹിദായത്ത് ലഭിക്കണമെങ്കിൽ ആദ്യം ഉണ്ടാവേണ്ട ഒരു കാര്യം എന്തായിരുന്നു? ഓർമ്മയില്ല, നമ്മൾ ഹോംവർക്ക് ചെയ്യാത്തതുകൊണ്ട് ഓർമ്മയില്ല. എന്തായിരുന്നു?
ലാ യുഗയ്യിറുല്ലാഹു മാ ബി ഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി, സ്വയം നന്നാവണമെന്ന ബോധത്തോടുകൂടി പ്രവർത്തന മേഖലയിൽ ഇറങ്ങാത്ത ഒരാൾക്കും അള്ളാഹ് എന്ത് ചെയ്യൂല, അള്ളാഹിന്റെ തൗഫീഖ് കിട്ടൂല. അല്ലെ? അത് സൂറത്തു ഈ ആയത്തിൽ, ഈ അധ്യായത്തിൽ തന്നെ 11-ാമത്തെ ആയത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് മറിച്ച് വെക്കട്ടെ ബാക്ക്. അപ്പൊ ഹിദായത്ത് ലഭിക്കണമെങ്കിൽ എന്ത് വേണം? റബ്ബിന്റെ തൗഫീഖ് വേണം. ആ റബ്ബിന്റെ തൗഫീഖ് വെറുതെ ഇങ്ങനെ വാരിക്കോരി കൊടുക്കുകയല്ല, അത് കൊടുക്കൂല. എന്ത് വേണം? എനിക്ക് നന്നാവണം, സ്വർഗം ലഭിക്കണം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്ന ബോധത്തോടു കൂടിയുള്ള ഒരു സമീപനം അവന്റെ ജീവിതത്തിൽ ഉണ്ടാവണം. ഇല്ലേ? 11-ാമത്തെ ആയത്തിൽ പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ട്. അപ്പം ഹിദായത്ത് സ്വയം നന്നാവണം എന്നുള്ള ചിന്ത ഇല്ലാത്തവൻ എന്ത് ചെയ്യൂല? അള്ളാഹിന്റെ തൗഫീഖ് കിട്ടൂല, ഹിദായത്ത് കിട്ടൂല. പിന്നെ റബ്ബിന്റെ കൽപ്പനകൾ അംഗീകരിക്കേണ്ട കാര്യങ്ങളും ഒക്കെ ഖുർആൻ പല സ്ഥലങ്ങളിലായി വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ ജീവിതത്തെ നന്നാക്കുമ്പോഴാണ് അള്ളാഹ് എന്ത് ചെയ്യുക? ഹിദായത്ത് കൊടുക്കുക. മൻ യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദി വമൻ യുളിൽ ഫലൻ തജിദ ലഹു വലിയൻ മുർഷിദ. സൂറത്തു കഹ്ഫിൽ നമ്മൾ വെള്ളിയാഴ്ച വായിക്കാറില്ല. അള്ളാഹ് ഹിദായത്ത് നൽകിയാൽ അവനാണ് മുഹ്തദി. എന്നാൽ അള്ളാഹ് വഴികേടിലാക്കിയവനോ ഓനെ നേർമാർഗത്തിലാക്കാൻ ഒരാൾക്കും സാധിക്കൂല. അപ്പൊ അള്ളാഹ് വഴികേടിലാക്കാൻ ഈ ഭാഗത്തുള്ളവരൊക്കെ വഴികേടിൽ, ആ ഭാഗത്തുള്ളവരൊക്കെ ഹുദയിൽ എന്ന് പറഞ്ഞ് തീരുമാനിക്കുകയാണോ ചെയ്യുക? അല്ല. ഹിദായത്ത് ലഭ്യമാവാൻ വേണ്ട പ്രവർത്തനങ്ങളും പ്രാർത്ഥനയും ജീവിതത്തിൽ ഉണ്ടാവുമ്പോൾ അതിന് തൗഫീഖ് അള്ളാഹ് നൽകും. അതിനുള്ള പ്രവർത്തനവും പ്രാർത്ഥനയും ഇല്ലേ, അള്ളാഹ് ഹിദായത്ത് എന്ത് ചെയ്യൂല? നൽകൂല. അപ്പൊ അള്ളാഹ് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അള്ളാഹ് എല്ലാ ജനങ്ങളെയും ഹിദായത്തിലാക്കുമെന്ന് വിശ്വാസികളെ നിങ്ങൾക്ക് ഉറപ്പല്ലയോ എന്ന്. അതാണ് അഫലം യൈഅസില്ലദീന ആമനു എന്ന് തുടങ്ങുന്ന ആ ഭാഗം. അഫലം യസില്ലദീന ആമനു അല്ലൗ യശാഉല്ലാഹു ലഹദന്നാസ ജമിഅൻ വലാ യസാലുല്ലദീന കഫറു. ഇനി സത്യനിഷേധികളുടെ കാര്യത്തിൽ ആയിക്കൊണ്ടേയിരിക്കും. ലാ യസാലു, മാസാല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുക, അതിനാണ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പൊ വലാ യസാലുല്ലദീന കഫറു, സത്യനിഷേധികളായ ആളുകളുടെ കാര്യത്തിൽ ആയിക്കൊണ്ടേയിരിക്കും. എന്തായിക്കൊണ്ടേയിരിക്കും? തുസീബുഹും, അവരെ ബാധിച്ചുകൊണ്ടേയിരിക്കും. ബിമാ സ്വനഉ, അവർ പ്രവർത്തിച്ചതു നിമിത്തം. ബിമാ സ്വനഉ, അവർ പ്രവർത്തിച്ചത് കൊണ്ട് നിമിത്തം. ഖാരിഅത്തുൻ, ദാ ഖാരിഅത്ത് വിപത്ത്. അൽ ഖാരിയ മൽ ഖാരിയ വമാ അദ്റാക മൽ ഖാരിയ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാകുക. ഖാരിഅത്ത് ഈ മുട്ടി വരുന്ന വിപത്ത് എന്നാണ്. അതിനാണ് ഖറ എന്ന് പറഞ്ഞാൽ മുട്ടി എന്നർത്ഥമുണ്ട്. അപ്പൊ ഖാരിഅത്ത് എന്ന് പറഞ്ഞാല് മുട്ടി വരുന്ന വിപത്ത് എന്ന് പറഞ്ഞാൽ വമ്പിച്ച വിപത്ത്. അപ്പൊ സത്യനിഷേധികളായിട്ടുള്ള ആളുകൾക്ക് വമ്പിച്ച വിപത്ത് ബാധിച്ചുകൊണ്ടേയിരിക്കും. എന്തേ കാരണം? എന്താ കാരണം? ബിമാസ്വനു, അവരുടെ പ്രവർത്തന നിമിത്തം. അപ്പൊ സത്യത്തെ നിഷേധിച്ച് റബ്ബിനോട് നന്ദികേട് കാണിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് എന്തുണ്ടാവും? അവരുടെ പ്രവർത്തന നിമിത്തം വിപത്തുകൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഖാരിഅത്തും ബിമാസ്വനു. അല്ലെങ്കിൽ ഔ തഹുല്ലു, അല്ലെങ്കിൽ അത് ഇറങ്ങും. ഔ തഹുല്ലു, അല്ലെങ്കിൽ ആ വിപത്ത് ഇറങ്ങും. എവിടെ ഇറങ്ങുക? ഖരീബം മിൻ ദാരിഹിം, അവരുടെ വീടിന്റെ അടുത്ത്, അവരുടെ താമസ സ്ഥലത്തിന്റെ അടുത്ത്, അല്ലെങ്കിൽ അവരുടെ നാടിന്റെ അടുത്ത്. ഖരീബൻ, അടുത്തായിട്ട് ഇറങ്ങും. ഹല്ല യഹുല്ലു, തഹുല്ലു എന്ന് പറഞ്ഞാൽ ഇറങ്ങി എന്നാണ്. ഔ തഹുല്ലു, അല്ലെങ്കിൽ ഇറങ്ങും, ആ ശിക്ഷ ഇറങ്ങും. ഖരീബൻ മിൻ ദാരിഹിം, അവരുടെ വീടിന്റെ സമീപത്തായിട്ട്, അവരുടെ താമസ സ്ഥലത്തിന്റെ സമീപത്തായിട്ട് അത് ഇറങ്ങും. ഹത്താ യഅ്തിയ വഅദുല്ലാഹ്, ഹത്താ അങ്ങനെ യഅ്തിയ സംഭവിക്കും, വരും. വഅദുല്ലാഹി, അള്ളാഹുവിന്റെ താക്കീത്, അള്ളാഹ് ചെയ്ത വാഗ്ദാനം അവരുടെ കാര്യത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും. അപ്പം സത്യനിഷേധിയായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യും എന്നാ പറഞ്ഞത്? അവരുടെ പ്രവർത്തന നിമിത്തം അവർക്ക് വിപത്തുകൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഖാരിഅത്ത്,
മുട്ടി വരുന്ന വിപത്ത് എന്ന് പറഞ്ഞാൽ ഭീകരമായ വിപത്ത് സംഭവിച്ചുകൊണ്ടേയിരിക്കും സത്യനിഷേധികളുടെ കാര്യത്തിൽ. അവരുടെ പ്രവർത്തനം നിമിത്തമാണ്. അപ്പൊ അള്ളാഹ് ദുൽമ അടിച്ചതാണോ? അല്ല, അള്ളാഹ് ദുൽമ ചെയ്തതല്ല, മറിച്ച് അവരുടെ അമൽ നിമിത്തം. അങ്ങനെയാണ്. വല്ല വിപത്തും സംഭവിക്കുന്നുണ്ടോ? നമ്മളുടെ ജീവിതത്തിലാവട്ടെ അല്ലാത്തപ്പോഴാവട്ടെ ആ വിപത്തൊക്കെ സംഭവിക്കാൻ കാരണം ആരാ? നമ്മളെ പ്രവർത്തനമാണ്. ലഹറൽ ഫസാദു, സൂറത്തുൽ റൂമിൽ പഠിച്ചില്ല, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത്ത് ഐദിന്നാസ്. കരയിലും കടലിലും കുഴപ്പം പ്രത്യക്ഷമായിട്ടുണ്ട്. എന്തേ കാരണം? ബിമാ കസബത്ത് ഐദിന്നാസ്, ജനങ്ങൾ പ്രവർത്തിച്ച നിമിത്തം. സൂറത്തു നിസായിലെ 79-ാമത്തെ ആയത്ത് എടുത്ത് നോക്കിയാട്ടെ, പ്രവാചകനോട് അള്ളാഹ് പറയാണ്, നിനക്ക് ജീവിതത്തിൽ വല്ല സൂവും സംഭവിക്കുന്നുണ്ടോ? അത് നിന്റെ പ്രവർത്തന നിമിത്താണ്. വല്ല നന്മയും സംഭവിക്കുന്നുണ്ടോ? അത് അള്ളാഹുവിൽ നിന്നാണ്. സൂറത്തു നിസായിലെ 79-ാമത്തെ ആയത്തൊന്ന് മറിച്ച്. അപ്പൊ സത്യനിഷേധിയായ നന്ദികേട് കാണിച്ചു ജീവിക്കുന്ന മനുഷ്യന് വിപത്ത് സംഭവിച്ചുകൊണ്ടേയിരിക്കും. എന്താ കാരണം? ബിമാ സ്വനഉ, അവർ പ്രവർത്തിച്ച നിമിത്തം. സൂറത്ത് ഷൂറയിലെ 30-ാമത്തെ ആയത്ത് എടുത്തു നോക്കിയാൽ കാണാം, അവിടെയും കാണാം, നിങ്ങൾക്ക് സംഭവിക്കുന്ന ഏതൊരു മുസീബത്താവട്ടെ അത് നിങ്ങളുടെ പ്രവർത്തന നിമിത്താണ് സംഭവിക്കുന്നത്. എന്ത് വിപത്ത് ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടോ അതൊക്കെ നിങ്ങളുടെ പ്രവർത്തന നിമിത്തമാണ് സംഭവിക്കുന്നത്, നമ്മളുടെ പ്രവർത്തന നിമിത്തം. എന്നിട്ട് അവിടെ എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട്, വൈ അഫ്വ അൻ കസീർ, മിക്കതിനെയും പടച്ചവങ്ങളിൽ നിന്ന് ഒഴിവാക്കി തരികയാണ്. നിങ്ങളുടെ കർമ്മ നിമിത്തം നിങ്ങൾക്ക് സംഭവിക്കുമായിരുന്ന പല വിപത്തിനെയും അള്ളാഹ് എന്ത് ചെയ്യുന്നുണ്ട്? ഒഴിവാക്കി തരുന്നുണ്ട്. വൈ അഫ്വ അൻ കസീർ, സൂറത്തു ഷൂറ അതിലെ 30-ാമത്തെ ആയത്ത്. അപ്പം വിശ്വാസി സമൂഹത്തിനും അങ്ങനെ തന്നെയാണ്. നമ്മളുടെ പ്രവർത്തന നിമിത്താണ് നമ്മളുടെ ജീവിതത്തിൽ വിപത്ത് സംഭവിക്കുന്നത്. എന്തേ സംശയം ഉണ്ടോ? സത്യം അതുണ്ട്. നമ്മൾ ചെയ്യാത്തത് കൊണ്ട് ചിലപ്പോ നമുക്ക് കിട്ടും. അതും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അത് സൂറത്തു അൻഫാലിൽ പറഞ്ഞിട്ടുണ്ട്, വത്തഖൂ ഫിത്നതൻ, നിങ്ങൾ ചില കുഴപ്പങ്ങളെ സൂക്ഷിച്ചോളേണ്ടി, ലാ തുസീബന്നല്ലദീന വലമു മിൻകും ഖാസ, നിങ്ങളിൽ നിന്ന് ദുൽമ ചെയ്ത ആളുകൾക്ക് മാത്രമല്ല അതിന്റെ ഫലം ഉണ്ടാകുക. അപ്പൊ വല്യാപ്പ ബീഡിയൽച്ചെടീനെ സൂക്ഷിച്ചോളേണ്ടി. വല്യാപ്പ ഫിത്തന ബീഡിയൽച്ചാണ്, പേരക്കുട്ടിനെ മടിയിൽ വെച്ചിട്ട് മൂപ്പര് വലിച്ചിങ്ങനെ ഊതുകയാണ്, പേരക്കുട്ടി ഒന്നായിട്ട് വലിച്ചെടുക്കുകയാണ്. അപ്പം വല്യാപ്പ ബീഡിയൽച്ചിന്റെ ആ വിപത്ത് ഫിത്തന ആർക്ക് വരും? പേരക്കുട്ടിക്ക് വരും. സൂക്ഷിച്ചോളേണ്ടി. വത്തഖൂ, ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞ, വത്തഖൂ ഫിത്നതൻ ലാ തുസീബന്നല്ലദീന വലമു മിൻകും ഖാസ. അപ്പൊ നമ്മൾ പ്രവർത്തിച്ചതിന് മാത്രമല്ല ചിലപ്പോ ഉണ്ടാവുക, വേറുള്ളവർ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ചിലത് അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ടാണ് അതെ, ആ കുട്ടി ചെയ്തത് കൊണ്ടാവണം എന്നില്ല. അത് സമൂഹത്തിന്റെ പ്രവർത്തന നിമിത്തമാവാം, അല്ലെങ്കിൽ ആ മാതാപിതാക്കളുടെ പ്രവർത്തന നിമിത്തമാവാം, മറ്റുള്ളത് കൊണ്ട് പ്രവർത്തനങ്ങളെ കൊണ്ടും ആവാം. ഒരിക്കലും അള്ളാഹ് എന്ത് ചെയ്യുകയില്ല, തന്റെ അടിമയോട് എന്ത് ചെയ്യുകയില്ല. വമ അന ബി വല്ലാമിൻ ലിൽ അബീദ്, ഞാനല്ല, ബി വല്ലാമിൻ, ദുൽമ ചെയ്യുന്നവനല്ല, ലിൽ അബീദ്, അടിമയോട് ഞാൻ ചെയ്യൂല, ദുൽമ ചെയ്യൂല. അപ്പൊ UAE-യും സൗദിയും തമ്മിൽ ഇപ്പൊ ചെറിയൊരു ടഗ് വന്നിട്ടുണ്ട്. അവിടെ ഓല് തമ്മിലുള്ള ടഗ് ചിലപ്പോ നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഓല് തമ്മിൽ ടഗ് ആയാല് ചിലപ്പോ അവിടെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ UAE-യിലുള്ളവരൊക്കെ അങ്ങോട്ട് പോകേണ്ടി വരും, സൗദിയിലുള്ളവരൊക്കെ അങ്ങോട്ട് പോകേണ്ടി വരും. ലോകം മുഴുവൻ ആ വിപത്തിന്റെ പ്രശ്നം അനുഭവിക്കും. ഇപ്പൊ സ്വർണത്തിന്റെ വില ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണില്ല. എന്തേ കാരണം? ഇപ്പൊ നടക്കുന്ന യുദ്ധങ്ങളാണ് അതിന് കാരണം എന്നാണ്. കാരണം എന്ത് വെച്ചാല് അതാണ് സുരക്ഷിതമായ സ്വത്ത് എന്ന് ആരൊക്കെയോ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് വാങ്ങിക്കൂട്ടുകയാണ്. ഇത് വാങ്ങിക്കൂട്ടുമ്പോ അതിന്റെ വില കൂടുകയാണ്. അതല്ല സുരക്ഷിതമായ സ്വത്ത് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുമ്പോൾ ഒട്ടും കീഴ്പ്പെട്ടുകൊണ്ട് വരും. അപ്പൊ ഇത് വലിയ സ്വത്താണെന്ന് വിചാരിച്ചത് വാങ്ങിക്കൂട്ടാണ്. അപ്പൊ എന്തേ കാരണം? ഇവിടെ 10 പവൻ കൊടുത്ത് കുട്ടിനെ കെട്ടിക്കാൻ നിൽക്കണവൻ ഒരു ചെയ്തിട്ടില്ല. പക്ഷെ വത്തഖൂ ഫിത്നതൻ, 36-ാമത്തെ ആയത്താണെന്ന് എന്റെ ഓർമ്മ, അല്ലെങ്കിൽ 38. വത്തഖൂ ഫിത്നതൻ, സൂറത്ത് അൻഫാൽ, വത്തഖൂ ഫിത്നതൻ, നിങ്ങൾ ചില ഫിത്തനകളെ സൂക്ഷിച്ചോളിയേണ്ടി.
ലാ യുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ, നിങ്ങളിൽ നിന്ന് ദുൽമ ചെയ്തവരെ മാത്രമല്ല അത് ബാധിക്കുക, അല്ലാത്തവരെയും എന്ത് ചെയ്യും, ബാധിക്കും. അപ്പൊ എത്രയോ മുമ്പാണ് ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക കൊണ്ടുപോയി എന്ത് ചെയ്തത്, ബോംബിട്ടത്. അന്ന് ബോംബിട്ടൊക്കെ തീർന്നു, അമേരിക്കയും ജപ്പാനൊക്കെ നന്നായി. പക്ഷെ ഇന്നും ജനിക്കുന്ന കുട്ടികൾ അതിന്റെ വിപത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട് അല്ലെ. കാസർഗോഡ് മറ്റേ എൻഡോസൾഫാൻ തളിച്ചത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ്. ഇന്നും അതിന്റെ ഇരകൾ എന്ത് ചെയ്യുന്നു, ജനിച്ചുകൊണ്ടിരിക്കുന്നു, അന്ന് ചെയ്തതിന്റെ ഫലം. അപ്പം നമ്മള് ഇവിടെ പലതും ചെയ്തത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, പല കാര്യങ്ങളിലും എന്ത് ചെയ്യുന്നത്, പ്രശ്നങ്ങൾ വരുന്നത്. ഹൈറും ഷെറും അള്ളാന്റെ അടുക്കൽ നിന്നാണെന്ന് വിധിയിലുള്ള വിശ്വാസത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അത് പഠിച്ചോടത്തുള്ള കുഴപ്പമാണ്. പറഞ്ഞെന്ന് നമ്മളെ മൊല്ലാക്കാക്ക് തെറ്റിയാണത്. അള്ളാഹുവിൽ നിന്ന് ഹൈറും മാത്രമേ ഉണ്ടാവുള്ളൂ, ഷെറ് ആരിൽ നിന്നുണ്ടാവില്ല, അള്ളാഹുവിൽ നിന്നുണ്ടാവില്ല. ഷെറ് നമ്മളുടെ പ്രവർത്തന ഫലമായി ഉണ്ടാകുന്നതാണ്. പക്ഷെ പടച്ചോൻ തീരുമാനിച്ചതാണ് നമ്മളെ പ്രവർത്തനം. ഞാൻ അലക്ഷ്യമായിട്ട് വണ്ടി ഓടിക്കുമെന്ന് പടച്ചോന് നേരത്തെ അറിയാം. ഞാൻ അലക്ഷ്യമായി വണ്ടി ഓടിച്ചത് കൊണ്ടാണ് എന്ത് ചെയ്തത്, ഞാൻ അവിടെ പോയി മുട്ടിയത്. ഞാനൊന്ന് ഉറങ്ങി, അപ്പൊ ഉറങ്ങിക്കൊണ്ട് വണ്ടി ഓടിക്കാൻ പാടില്ല. അപ്പൊ ഞാൻ അലക്ഷ്യമായി വണ്ടി ഓടിക്കുമ്പോൾ അത് പടച്ചോന് നേരത്തെ അറിയാം. ആ നേരത്തെ അറിഞ്ഞത് കൊണ്ട് അവിടെ തീരുമാനമാക്കി വെച്ചിട്ടുണ്ട്. അള്ള തീരുമാനിച്ചതുകൊണ്ടല്ല അത് മുട്ടിയത്, എന്റെ പ്രവർത്തന ഫലമായിട്ടാണ് എന്ത് ചെയ്തത്, മുട്ടിയത്. പക്ഷെ ആ ഷെറ് എന്റെ ജീവിതത്തിൽ സംഭവിച്ചതും ആരറിയും, അള്ള അറിയും. അള്ള തീരുമാനിച്ചിട്ടുണ്ട്, കാരണം എന്റെ പ്രവർത്തനം. അതെ, അന്ന് പഠിച്ചു കൊടുത്തുള്ള കുഴപ്പമാണ്. ഹൈറ് അതിനാണ് ഞാനിപ്പോ നേരത്തെ പറഞ്ഞ സൂറത്തു നിസാല് 79-ാമത്തെ ആയത്ത് പറഞ്ഞത്, സൂറത്തു ഷൂറയിലെ 30-ാമത്തെ ആയത്ത് പറഞ്ഞത്, ഈ ആയത്തും അതിന് തന്നെയാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് സംശയം ഉണ്ടോന്ന് വെച്ചത്. കാരണം സംശയം ഉണ്ടെന്ന് എനിക്കറിയാം. നമ്മൾ ഈമാൻകാരി ആരെന്ന് പറഞ്ഞ് വിധിയിലുള്ള വിശ്വാസം, വിധിയിൽ വിശ്വസിക്കണം. അള്ളാഹുവിന്റെ തീരുമാനത്തെ മാറ്റാൻ കഴിയില്ല. പക്ഷെ ആ തീരുമാനം ഹൈറ് മാത്രമേ അള്ളാഹുവിൽ നിന്ന് ആ രീതിയിൽ അള്ളാഹ് അടിമകൾക്ക് നൽകുകയുള്ളൂ. ഷർറ് അള്ള തീരുമാനിച്ചു. എന്തേ കാരണം? അവന്റെ പ്രവർത്തന ഫലമാണ്. അത് നേരത്തെ അള്ളാഹ്. അപ്പൊ ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെടണോ, എന്റെ റബ്ബായിട്ട് നിരന്തരം ബന്ധപ്പെടണം. പടച്ചോനെ, അത്തരത്തിൽ വല്ല അവസ്ഥയും ഞാൻ അറിയില്ല, പക്ഷെ നിനക്കറിയാം. എന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ നീ എന്നെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് നിരന്തരം ആരോട് പ്രാർത്ഥിക്കണം? അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. അപ്പം ഖദറിനെ മാറ്റാൻ എന്തിനു മാത്രമേ സാധിക്കുള്ളൂ? പ്രാർത്ഥനക്ക് മാത്രമേ സാധിക്കുള്ളൂ എന്ന് പറയാൻ കാരണമാണ്. അപ്പൊ നിരന്തരം പ്രാർത്ഥിക്കണം. അത്തരത്തിൽ അത് പറഞ്ഞിട്ട് തന്നെ പ്രാർത്ഥിക്കണം. എനിക്കറിയില്ല എന്റെ ജീവിതത്തിൽ എന്തൊക്കെ ശ്രദ്ധക്കുറവാണ് വരിക, എങ്ങനെയൊക്കെയാണ് വരിക. അങ്ങനെ വല്ലതും എന്റെ ജീവിതത്തിൽ ഉണ്ടോ, എന്നെ കഴിച്ചിലാക്കണം കേട്ടോ എന്ന് റബ്ബിനോട് പറയാൻ കഴിയണം. അതാണ് ഹൈറ അല്ലാഹു വമാ അന ബിളല്ലാമിൽ ലിൽ അബീദ്. അതെ അതെ, നമ്മൾ വാങ്ങല്ല, രോഗം വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് പ്ലാഗ് പിടിച്ച നാട്ടിൽ നിന്ന് എന്ത് ചെയ്യാൻ പാടില്ല, മറ്റേ നാട്ടിലേക്ക് ആള് പോകരുത് എന്ന് അള്ളാന്റെ റസൂലിലൂടെ അള്ള കൽപ്പിച്ചത്. പ്ലാഗ് പിടിക്കാത്ത നാട്ടിൽ നിന്നും ഇങ്ങോട്ടും വരാൻ പാടില്ല. ഇന്നത്തെ ക്വാറന്റീൻ അല്ലേ, ഇന്നത്തെ ക്വാറന്റീൻ ആ വാർഡിലാണെങ്കിൽ ഇവിടെ പോലീസ് അടച്ചു കെട്ടി, ആരും പോകാൻ പാടില്ല, ഭക്ഷണമൊക്കെ ഇവിടുന്നാണ്ട് എത്തിച്ചു കൊടുക്കൊക്കെ. എന്താ അതിനെ പറയാൻ കാരണം? അപ്പൊ രോഗം വരുന്നതിന് എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അപ്പൊ ആരോഗ്യത്തോടു കൂടി ജീവിക്കാനുള്ള വൃത്തി, അതുപോലുള്ള ഭക്ഷണത്തിന്റെ കാര്യം, ബാക്കിയുള്ളതൊക്കെ അള്ള പഠിപ്പിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിലൂടെ, പ്രവാചക ചര്യയിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിന് വിരുദ്ധമായി ആളുകൾ പ്രവർത്തിക്കുമ്പോഴെന്ത് ചെയ്യും, അവർ അസുഖങ്ങളിൽ ചെന്ന് ചാടും. അത് പറഞ്ഞല്ലോ, ചില ഫിത്തനകൾ വേറുള്ളവരുടെ പ്രവർത്തന ഫലമായിട്ട് എന്ത് ചെയ്യാം, വന്നേക്കാം. അപ്പൊ ആ ഫിത്തനകളിൽ ചാടാം. അപ്പൊ പടച്ചോന്റെ തീരുമാനമാണ്. അതെന്തുകൊണ്ടാ? ഞാൻ ചെയ്ത തെറ്റോ അല്ലെങ്കിൽ വേറൊരുത്തന്റെ ദുൽമ കൊണ്ടോ എനിക്ക് വന്നതാണ്, പടച്ചോന്റെ തീരുമാനമാണ്. അപ്പൊ സഹിക്കുക. അപ്പൊ അങ്ങനെ സഹിച്ചു കഴിഞ്ഞാൽ സ്വബറ് ചെയ്താൽ എന്ത് ചെയ്യും, കൂലിയുണ്ട്. അതുകൊണ്ടാണ് അജബല്ലി അബ്ദിൽ മൂമിൻ എന്ന് പറഞ്ഞ വിശ്വാസിയുടെ കാര്യം എന്താണ്, അത്ഭുതമാണ് അല്ലെ. ഞാൻ വെറുതെ ആ സൈഡിൽ കയറി, അതിൽ മറ്റോ വന്ന് കണ്ടിട്ട് അടിച്ചിട്ട് അല്ലെ, ഒക്കെ പോയി, ആകെ തുമ്പില്ലാതായി. അപ്പൊ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ അവിടെ കയറി. മറ്റോന്റെ ഫിത്തനയാണ്, ഓൻ കുടിച്ചു വന്നതാണ്, ഓന്റെ ഫിത്തനയാണ് എനിക്ക് പറ്റിയത്. അപ്പൊ അതിന് ഞാൻ ക്ഷമിക്കുക.
ആ തീരുമാനം റബ്ബിന്റെ തീരുമാനമാണ്. ഓന്റെ അശ്രദ്ധ നിമിത്തം വന്നാണ്, ഞാൻ ക്ഷമിച്ചു, അതിൽ എനിക്ക് എന്ത് ചെയ്യും? അജബല്ലി അംദിൽ മുഅ്മിൻ ഇദാ അസാബത്തു സറ ശക്കറ വഇൻ അസാബത്തു ലറ സബറ, ക്ഷമ കൈക്കൊള്ളും. അത്രേ ഉള്ളൂ. അപ്പൊ പടച്ചോന്റെ തീരുമാനമാണ് അത്, അങ്ങനെ തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. പക്ഷെ എനിക്ക് ലുൽമ ആര് തീരുമാനിച്ചല്ല? പടച്ചോൻ തീരുമാനിച്ചല്ല. ലുൽമ് അള്ളാന്റെ അടുക്കൽ നിന്നുണ്ടാവില്ല. ആ സൂറത്ത് ഷൂറയിലെ 30-ാമത്തെ ആയത്തൊന്നും കൂടി എടുത്ത് നോക്കിയാൽ, അല്ലെങ്കിൽ പ്രവാചകനോട് പറഞ്ഞ സൂറത്തു നിസായിലെ 79-ാമത്തെ ആയത്ത്, അതുപോലെ സൂറത്തു ഹദീദിലുണ്ട് കാര്യങ്ങൾ. ഹസനത്ത് നിനക്ക് ലഭിക്കുന്നുണ്ടോ? അത് അള്ളാഹുവിൽ നിന്നാണ്. അടുത്തത് എനിക്ക് വല്ല സൂവും വരുന്നുണ്ടോ? അത് മിൻ ഇന്ദിക്ക, നിന്റെ ഭാഗത്ത് നിന്ന് എന്ന് പറഞ്ഞാൽ നിന്റെ പ്രവർത്തനത്തെ. മാ അസ്വാബക മിൻ ഹസനത്തിൻ ഫമിനല്ലാഹ് വമാ അസ്വാബക മിൻ സയ്യിഅത്തിൻ ഫമിൻ നഫ്സിക വഅർസൽനാക ലിന്നാസി റസൂലൻ വകഫാ ബില്ലാഹി ഷഹീദ. നിന്റെ ഭാഗത്തു നിന്നാണ്. സൂ ഉണ്ടോ? നമ്മളുടെ ഭാഗത്തു നിന്നുള്ള പോരായ്മ നിമിത്താണ് സൂ. അതിന്റെ അർത്ഥം എന്താണ്? ബാക്കി വായിച്ചോളി. 80-ാമത്തെ ആയത്താണോ? മയ്യുത്തിയ റസൂല ഫഖദ് അതാ അല്ലാഹ്. അതാണ് അടുത്ത ആയത്ത്, 80-ാമത്തെ ആയത്ത്. വമയും തവല്ല ഫമാ അർസൽനാക അലൈഹിം ഹഫീള. അല്ലാഹ് അതിന്റെ മുമ്പുള്ള ആയത്തോ? അതിന്റെ മുമ്പുള്ള ആയത്ത് എന്താണ്? പിന്നെ അയ്നമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത്, നിങ്ങൾ എവിടെയാണെങ്കിലും മരണം പിടികൂടും. വലൗ കുന്തു ഫീ ബുറൂജിൻ മുശയ്യദ, നിങ്ങൾ നല്ല ബങ്കറിലാണെങ്കിലും. വൈൻ തുസിബുഹും ഹസനത്തും യഖൂലു ഹാദിഹി മിൻ ഇൻദില്ലാഹ്, ഒരു നന്മ ലഭിച്ചാൽ അവർ പറയും ഇത് അള്ളാഹുവിൽ നിന്നാണ്. വൈൻ തുസിബുഹും സയ്യിഅത്തും യഖൂലു ഹാദിഹി മിൻ ഇൻദിക, സയ്യിഅത്ത് സംഭവിച്ചാൽ പ്രവാചകരെ അന്നെ കൊണ്ട് പിന്നെ പ്രശ്നം ഉണ്ടായതാണ് എന്ന് ഒരു പറയും. മിൻ ഇന്ദിക്ക എന്ന് പറഞ്ഞാൽ നിന്നെ കൊണ്ട്. കുൽക്കുല്ലു മിൻ ഇന്ദില്ല, എല്ലാം അള്ളാഹുവിൽ നിന്നാണ്. ഫമാലി ഹൗലായിൽ ഖൗമു, ഈ സമൂഹത്തിന് എന്തു പറ്റി? വലാ യകാദൂന യഫ്ഖഹൂന ഹദീസ, അവർ എന്ത് ചെയ്യുന്നില്ല? കാര്യങ്ങൾ ഗ്രഹിക്കുന്നില്ല. അപ്പൊ കുല്ലു മിൻ ഇന്ദില്ല എന്ന് പറഞ്ഞാൽ എല്ലാം അള്ളാന്റെ തീരുമാനപ്രകാരമാണ് നടക്കുന്നത്. നിന്നെ കൊണ്ട് ഒരു ദുശഗുണം കൊണ്ടും ആർക്കും എന്ത് ചെയ്യൂല, ഉണ്ടാവില്ല. പ്രവാചകന്മാർ വന്നപ്പോ ആ പ്രവാചകന്മാരോട് സമൂഹം പറഞ്ഞില്ലേ, ഇന്ന തയ്യറിന കാലു തായിറുക്കും മഴക്കുന്ന് കുറെ മറുപടി വന്നില്ല സൂറത്ത് യാസീനില്. നിങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് അവലക്ഷണം ഉണ്ടായിരുന്നു. അപ്പൊ വല്ല തിന്മയും സംഭവിച്ചാൽ ഒരു പറയും പ്രവാചകനെ കൊണ്ടാണ് ഞങ്ങൾക്ക് ആ തിന്മ ഉണ്ടായതെന്ന്. അല്ല, പ്രവാചകനെ കൊണ്ടല്ല തിന്മ ഉണ്ടായത്. പിന്നെ അത് അവരുടെ പ്രവർത്തന ഫലമായിട്ടാണ്. കുല്ലുമിൻ ഇന്ദില്ല, എല്ലാം അള്ളാഹ് അറിഞ്ഞുകൊണ്ടാ സംഭവിച്ചത്. മറ്റൊരാളെ കൊണ്ട് ഒരാൾക്കും എന്ത് ചെയ്യൂല. തീറത്ത് എന്ന് പറഞ്ഞാൽ ഇയാളെ കൊണ്ട് ദുശഗുണം ഉണ്ടായി എന്ന് പറയാറില്ലേ, ആ തീറത്തില്ല, നിങ്ങളെ കൊണ്ടാണ് ഉണ്ടായത് എന്ന വാദം തെറ്റാണ്. കാലു തായിറുക്കും മഴക്കും, നിങ്ങളെ കൂടെ തന്നെയാണ് നിങ്ങളുടെ അവലക്ഷണം എന്ന് ഖുർആൻ പറഞ്ഞു. എന്തേ? നിങ്ങളെ അവലക്ഷണം നിങ്ങളെ കൂടെയാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രവർത്തന ഫലമായിട്ടാണ് നിങ്ങൾക്ക് അവലക്ഷണം സംഭവിച്ചിട്ടുള്ളത്. ശുഭലക്ഷണം എന്ന് പറഞ്ഞത് നന്മയാണെങ്കിലും അത് അള്ളാഹുവിൽ നിന്നാണ്. ഈ നന്മയും ശുഭലക്ഷണവും അവലക്ഷണവും തീരുമാനിക്കുന്നിടത്ത് നമുക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ശുഭലക്ഷണമായി കാണുന്നത് ചിലപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ അവലക്ഷണമായേക്കാം. അസാൻ തക്റഹു ഷൈഅൻ ഫഹുവ ഖൈറുൽ ലക്കും, അസാൻ തുഹിബ്ബു ഷൈഅൻ ഫഹുവ ശർറുൻ. അപ്പൊ ആത്യന്തികമായിട്ട് എന്ത് ചെയ്യണം? റബ്ബിൽ തവക്കുലാക്കണം. അപ്പൊ ഒരു പുതിയ വസ്ത്രാനിയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? പടച്ചോനെ ഇതിന്റെ ഹൈർ എനിക്ക് തരണം, ഇതിന്റെ ഷെറിൽ നിന്ന് എന്ത് ചെയ്യണം? അലർജി ഇല്ലാതെ കഴിച്ചിലാക്കണം. മനസ്സിലായില്ലേ? ചിലപ്പോൾ ഷെറുണ്ടാവും. പുതിയൊരു വസ്ത്രമാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, പക്ഷെ അത് അണിയുമ്പോഴും എന്താ? ഇതിന്റെ ഹൈറ് മുഴുവൻ അള്ളഹാനോട് ചോദിക്കുക, ഷെറിൽ നിന്ന് അള്ളഹാനോട് എന്ത് ചെയ്യുക? രക്ഷ തേടുക. അപ്പൊ നമ്മളുടെ ബുദ്ധിയിൽ ഹൈറാണ് എന്ന് നമ്മൾ ചിന്തിച്ചതിൽ ചിലപ്പോൾ നമുക്ക് വമ്പിച്ച പരീക്ഷണം നേരിടേണ്ടി വരും. അപ്പൊ ഇതിലുള്ള എല്ലാ ഹൈറും ഞാൻ നിന്നോട് ചോദിക്കുന്നു, എല്ലാ ഷെറിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. കൊടുങ്കാറ്റ് ആഞ്ഞു വീശുമ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടത് എന്താ? കൊടുങ്കാറ്റ് ആഞ്ഞു വീശാണ്.